ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് വിപരീതമായി ഇപ്പോൾ വളരെ അടുത്തായി കമ്മ്യൂണിസം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഒരു സമുന്നതനായ ഒരു സഖാവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ശ്രദ്ധിക്കും. ഞാൻ CPM-ന്റെ മുതിർന്ന ഒരു നേതാവായിട്ടുള്ള ശ്രീ SS ബിജുവിനെ ഈ സന്ദർഭത്തിൽ ഇവിടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. SS ബിജു എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളാണ്. സൈനിക് സ്കൂൾ വാർഡിൽ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ദീർഘകാലത്തെ CPM-ന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ്. ആർട്സ് കോളേജിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കോളേജ് യൂണിയൻ കൗൺസിലറും ചെയർമാനുമായിരുന്നു. അതിനുശേഷം 17 വർഷക്കാലം 24ാമത്തെ വയസ്സ് തൊട്ട് 17 വർഷക്കാലം കഴക്കൂട്ടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗവും ഏരിയ സെന്ററിൽ പ്രവർത്തിക്കുന്ന ആളും എന്നുള്ള നിലയിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ CPM-ന്റെ നെടുന്തൂണുകളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. കാരണങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് വിട പറയാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറയും. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഔപചാരികമായിട്ട് പ്രസിഡന്റ് സ്വീകരിക്കും. അതിനു മുമ്പ് അദ്ദേഹം വിശദീകരിച്ചതിന് ശേഷം ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ശ്രീ മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ദീർഘകാലം CPM-ൽ പ്രവർത്തിച്ചിട്ട് ഒരു മാറ്റം പൊതു പ്രവർത്തന മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ഉടനെ തോന്നിയതല്ല. കുറെ കാലം CPM-ന്റെ ഉള്ളിലെ തന്നെ വിഭാഗീയതയുടെ ഒരു വലിയ ഇരയായിരുന്നു ഞാൻ. അതിനകത്തു നിന്നുള്ള വിഭാഗീയതയെ ചെറുത്ത് സത്യസന്ധമായി CPM രൂപീകരിച്ചത് എന്തിനാണോ ആ നിലപാടുകളിൽ നിന്ന് വ്യതിയാനം വരാതെ ആ നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പാർട്ടിക്കകത്ത് കഠിനമായി നടത്തേണ്ടതായിട്ട് വന്നു. അത് നടത്തുന്നതുകൊണ്ട് വിഷമമില്ല. കാരണം എന്തിനാണോ പാർട്ടി രൂപീകരിച്ചത് ആ പാർട്ടി രൂപീകരിച്ചതിന്റെ ലക്ഷ്യം അതിൽ നിന്ന് ഒരു കേഡർ അകന്നു പോകാൻ പാടില്ല എന്നുള്ള ശാഠ്യം കൊണ്ടാണ്. അത് ന്യായമായും ഒരു കമ്മ്യൂണിസ്റ്റ് കേഡറിന് ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളിപ്പോ കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ? കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ എത്രയോ ജനകീയ സമരങ്ങൾ നടത്തിയവരാണ് CPM. ഇപ്പോ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിയമാനുസൃതമായി കോടതിയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ ഒരു മടിയുമില്ലാതായിരിക്കും. അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പൊ കാണുന്നത് കോളേജ് തുറക്കുന്നു. ജൂൺ മാസം കോളേജുകളും സ്കൂളുകളും തുറന്നു. ഈ കുട്ടികൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത്? എന്ത് ആദർശത്തിന് വേണ്ടിയിട്ടാണ്? ന്യായമായിട്ടുള്ള ആദർശത്തിനും രാജ്യത്തിനും രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും വേണ്ടി സമരം ചെയ്ത് മരിക്കാൻ ഒരു മടിയുമില്ലാത്തവരായിരുന്നു ഞങ്ങളെല്ലാം ചെറുപ്പക്കാലത്ത്. തോളോട് തോൾ ചേർന്ന് നിന്ന് പരസ്പരം വിശ്വസിച്ച് എത്രയോ ജനകീയ സമരങ്ങൾ. പക്ഷെ ഇന്ന് ഈ സമരങ്ങൾ കാണുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദ്യം ഉയരുന്നു. ഇനി ഒട്ടും വൈകേണ്ട കാര്യമില്ല. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും സംസ്ഥാനത്തിന്റെ അഭിവൃദ്ധിക്കും ആണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ സത്യസന്ധമായി BJP-യുടെ പുറത്തു നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. കേവലം തിരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്ന് ഒരു ഗിമ്മിക്ക് കാണിക്കാനോ അല്ല. ഞാൻ പഠിച്ച പൊതുപ്രവർത്തന ശൈലി സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടല്ലോ,
ശ്രീമതി ശൈലജ ടീച്ചർ സ്വതന്ത്രയായി മത്സരിച്ചിരുന്നുവെങ്കിൽ ടീച്ചർ ജയിക്കുമായിരുന്നു എന്ന് സുധാകരൻ സഹാബിനൊപ്പം നിയമസഭയിൽ ഉണ്ടാവുമായിരുന്നു. അതാണ് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം ഒട്ടുമേ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയത്തെ കുറിച്ച് യാതൊന്നും മനസ്സിലാവുന്നില്ല, ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ സത്യസന്ധമായി നിലപാടുറപ്പിക്കുവാനും നിലപാടെടുക്കുവാനും കഴിയുന്നില്ല. VS-ന്റെ അടുത്ത അനുയായി എന്ന് പറഞ്ഞ് ഇക്കണ്ട കാലമത്രയും എന്നെ ദ്രോഹിച്ചു. ഇപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ബഹുമാന്യനായ പ്രസിഡന്റ് അവിടെ യോഗം വിളിച്ചുകൂട്ടി. വാസ്തവത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും തോന്നി. എൻ്റെ അമ്മയും അച്ഛനും മരണപ്പെട്ടു. ആ അമ്പലത്തിൽ ബലികർമ്മങ്ങൾക്കായി നമ്മൾ ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ രസീതടച്ച് അവിടെ നമ്മുടെ സ്വന്തം ചെലവിലാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. നടത്താനുള്ള സൗകര്യങ്ങളുണ്ടോ? അവിടെ മാത്രമല്ല, കേരളത്തിലെ അമ്പലങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ജീർണാവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ദേവസ്വം കളക്ട് ചെയ്ത് കൊണ്ടുപോകും. തിരിച്ച് പെയിന്റ് ചെയ്യാൻ പോലും പൈസ കൊടുക്കില്ല. കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം പുരാതനമായ അമ്പലമാണ്. അവിടുത്തെ പല ഉപക്ഷേത്രങ്ങളും നാശത്തിന്റെ വക്കിലാണ്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ മാർച്ച് മാസം വരെ ഏതാണ്ട് 1 കോടി രൂപ ദേവസ്വം അവിടെ നിന്ന് വസൂലാക്കി. ഒന്നും ചെയ്യുന്നില്ല. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടാനും വൻകിട പദ്ധതികൾ നടപ്പിലാക്കാനും കാണിക്കുന്ന വ്യഗ്രത ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എടുക്കുന്നില്ല. വിശ്വാസരാഹിത്യമാണ് അവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നോക്കാതെ, അവരുടെ മനസ്സ് മനസ്സിലാക്കാതെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടെ ഒപ്പം നിൽക്കുന്നതിന് പകരം സത്യസന്ധമായി അഭിപ്രായം പറയുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരിടം എന്ന നിലയിൽ ഞാൻ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വരുന്ന നാളുകളിലും സഹകരിക്കണം, സഹായിക്കണം എന്ന് മാത്രം വിനീതമായി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഷോൾ അണിയിച്ച് ശ്രീ SS ബിജുവിനെ BJP-യിൽ എത്തുന്നത്. ശ്രീ B മുരളീധരൻ ഷോൾ അണിയിക്കും. പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ. ശ്രീ BB ഗോപകുമാർ MLA. നന്ദി. ശ്രീ SS ബിജുവിന് BJP-യിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. പാർട്ടിയുടെ കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സുനിൽ, ശ്രീമതി ദിവ്യ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഒറ്റൂർ മോഹൻദാസ്, വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.